സംസ്ഥാനത്ത് മിൽമ പാൽ വിതരണത്തിൽ പ്രതിസന്ധിയുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം പലയിടങ്ങളിലും പാൽ വിതരണം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളി സംഘടനകൾ സമരം നടത്തിയിരുന്നു. പക്ഷേ സമരം ഒത്തുതീർപ്പായി പിൻവലിച്ചെങ്കിലും വിതരണം സുഗമമാകാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, അവർക്ക് അറിയാം, ഈ സമരം തുടങ്ങിയപ്പോൾ ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഡയറികളിലേക്ക് വിതരണം പ്രതിസന്ധിയിലായ സാഹചര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ സമരം ഒത്തുതീർപ്പായി സമരം പിൻവലിച്ചു, ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പാൽ വിതരണം പഴയതുപോലെ സുഗമമാക്കാൻ ഇനിയും എത്ര സമയമെടുക്കും എന്നുള്ളതാണ്. ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും ഈ പാൽ വിതരണം സാധാരണ നിലയിലേക്ക് മാറാൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മിൽമ പാലിന്റെ പ്രതിസന്ധി പല കടകളിലും നേരിടുന്നുണ്ട്, ഷോർട്ടേജ് നേരിടുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പ്ലാന്റുകളുടെ ഈ പ്രവർത്തനം കഴിഞ്ഞ ദിവസം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മിൽമ ചെയർമാനായിട്ടുള്ള മണി വിശ്വനാഥ്, അതിന്റെ ഭരണസമിതിയുടെ അഡ്മിനിസ്ട്രേറ്ററാണ്, CPIയുടെ നേതാവാണ് മണി വിശ്വനാഥ്. മണി വിശ്വനാഥിനെതിരെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സമരം നടത്തിയത്. അതായത് ഈ പ്രൊമോഷൻ കൃത്യമായി ജീവനക്കാർക്ക് നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ജീവനക്കാരുടെ സമരം. അത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരം കഴിഞ്ഞ 2 ദിവസങ്ങളും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുകയും ഇതേ തുടർന്ന് ഈ പാലുമായി വന്ന ലോറികളൊന്നും തന്നെ പ്ലാന്റിലേക്ക് കയറ്റിവിടാത്ത ഒരു സാഹചര്യം, റോഡിൽ തടഞ്ഞിടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതുകൊണ്ട് തന്നെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല. പിന്നീട് ഇന്നലെ വൈകുന്നേരത്ത് 6:30-ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ഈ സംഘടനകളുമായിട്ട് ഈ ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ നടത്തിയത്. ഈ സമരം പിൻവലിക്കുകയാണ് എന്നുള്ള തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. പക്ഷേ ഈ ഒരു മിൽമയുടെ വിതരണം ഇതുവരെയും സാധാരണ നിലയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അധികൃതരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കുറച്ച് സമയം എടുത്താൽ മാത്രമേ ആ വിതരണം സാധാരണ നിലയിലേക്ക് മാറൂ എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാലിന്റെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. രശ്മി, ഈ പാൽ വിതരണം നടക്കാത്തതുകൊണ്ട് തന്നെ എത്രയോ ലക്ഷം ലിറ്റർ പാൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ സമരം തുടങ്ങിയതിന് ശേഷം ക്ഷീര കർഷകരെ ഇതുമൂലം ബുദ്ധിമുട്ടിലാകും എന്നുള്ള അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. അതായത് ക്ഷീര കർഷകർക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അധികൃതരുടെ ഈ ഒരു ഇടപെടലാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇതേ രീതിയിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇന്റർവ്യൂ നടന്നത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്, ഈ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അത്തരത്തിൽ ആ ഇന്റർവ്യൂ ആരംഭിച്ചത് മുതൽ തന്നെ തൊഴിലാളി സംഘടനകൾ സമരരംഗത്തുണ്ട്. ഒരു അടിയന്തരമായ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയില്ലായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ ഒരു ലോറികളും ഈ പ്ലാന്റിനകത്തേക്ക് കയറ്റിവിടാതെ റോഡിൽ തന്നെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് കാരണം ഈ സ്വാഭാവികമായും പാലാണ്, അത് വളരെ പെട്ടെന്ന് ചീത്തയാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വളരെ പെട്ടെന്നൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ഏറെ വൈകിയതിന് ശേഷം ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. ഏതായാലും ക്ഷീരകർഷകർക്കുൾപ്പെടെ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. പല ഇടങ്ങളിലും മിൽമ പാല് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ സാധാരണ നിലയിലേക്ക് പ്രവർത്തനം മാറും, വിതരണം സുഗമമാക്കും എന്നുള്ളതാണ് അധികൃതർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്.